പാലക്കാട് കടമ്പഴിപ്പുറത്ത് കാറിലെത്തിയ സംഘം രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കടമ്പഴിപ്പുഴം സ്വദേശികളും സുഹൃത്തുക്കളുമായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് മൊഴി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് സംഭവം? നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, എന്താണ് സംഭവം? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഹലോ നിഖിൽ, കേൾക്കാമോ? എന്താണ് വിവരങ്ങൾ? പാലക്കാട് കടമ്പഴിപ്പുറത്ത് കാറിലെത്തിയ സംഘം രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കടമ്പഴിപ്പുഴം സ്വദേശികളും സുഹൃത്തുക്കളുമായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് മൊഴി. നിഖിൽ പ്രമേഷ് ഇപ്പോഴുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിവരങ്ങൾ? വേണു, രണ്ടുപേർക്കാണ് ഈ പാലക്കാട് കടമ്പഴിപ്പുറത്ത് കാറിലെത്തിയ സംഘം പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി, അതോടൊപ്പം തന്നെ പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് മൊഴി. ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രസാദിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ടോണിക്കാണ് അല്പം ഗുരുതരമായ പരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ ആക്രമണ കാരണം വ്യക്തമല്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇവർ സുഹൃത്തുക്കളാണ്. എന്താണ് ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രകോപനം എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വേണു. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.